ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീന. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ. നമ്മളെ അമ്പലപ്പുഴ പാൽപ്പായസം. അപ്പോൾ അത് അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ചില ആൾക്കാരൊക്കെ അത് കഴിച്ചിട്ടുണ്ടാവും. കഴിച്ച ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് അമ്പലപ്പുഴ പാൽപ്പായസമാണ് കേട്ടോ ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ള റെസിപ്പി. ഞാനിത് എൻ്റെ സ്വന്തം റെസിപ്പിയല്ല, നമ്മൾ മല്ലിക ചേച്ചി ഉണ്ടല്ലോ, മല്ലിക സുമാരൻ ചേച്ചിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ ഞാനിത് ഉണ്ടാക്കി നോക്കി, ഞാനിത് 3ാമത്തെ തവണയാണ്. അത് നല്ല അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ, അതിനൊന്നും ഒരു മാറ്റമില്ല. അപ്പം ഞാൻ അതിന് 100% ഗ്യാരണ്ടി തരികയാണ്. അപ്പം ഞാനും അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇത് അമ്പലപ്പുഴ പാൽപ്പായസം അമ്പലപ്പുഴ ഉണ്ടാക്കുന്ന പോലെയല്ല, നമ്മളൊരു എന്താ പറയുക, സ്പെഷ്യലായിട്ട് പെട്ടെന്ന് നമുക്ക് കൂടുതൽ നമ്മൾ ഇളക്കുകയോ പിടിക്കുകയോ കുറുക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് കുക്കറിൻ്റെ അകത്താണ് കേട്ടോ ഈ പായസം ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് കാണണ്ടേ? അപ്പം ഞാൻ ഓണത്തിന് എന്തായാലും നമ്മളൊരു പാൽപ്പായസം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അമ്പലപ്പുഴ പാൽപ്പായസം മോഡലാണ് ഇത്. എൻ്റെ സ്വന്തം റെസിപ്പി അല്ല കേട്ടോ, ഇത് നമ്മളെ മല്ലിക സുമാരനില്ലേ, മല്ലിക ചേച്ചി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനും അതേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ആദ്യം തന്നെ 4 ഗ്ലാസ് പാലാണ് കേട്ടോ എടുക്കുന്നത്. നല്ല കട്ടിയുള്ള 4 ഗ്ലാസ് പാൽ എടുക്കുന്നുണ്ട്. നമ്മൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തൊക്കെ എടുക്കുന്നത് ഉണങ്ങല്ലരിയാണ്. ഉണങ്ങല്ലരി ഞാൻ ഒരു പിടി ഉണങ്ങല്ലരി ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട്. ആ ഒരു പിടി ഉണങ്ങല്ലരി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് സെയിം ഗ്ലാസ്സിന് തന്നെ പഞ്ചസാര എടുക്കുന്നുണ്ട്. ഇത് ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര കേട്ടോ. ഇനി നല്ല മധുരം വേണമെന്നുള്ള ആൾക്കാർ 1 ഗ്ലാസ്സിന് ചേർത്തോളൂ. ഇത് കറക്റ്റ് മധുരമായിരിക്കും. 1/4 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ആവി ഇങ്ങനെ ഒന്ന് വരണ സമയത്ത് നമുക്ക് ആ വിസിലിട്ട് കൊടുക്കാം കേട്ടോ. അതുവരെ നമ്മൾ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ആ ഒരു തീയിൽ പാല് ചൂടാവണ വരെ ഒന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആവി ഇങ്ങനെ വരണ സമയത്ത് നമുക്ക് ആ വിസിലിട്ട് കൊടുക്കാം. വിസിലിട്ട് വന്നിട്ട് നമുക്കൊരു ഒരു വിസിൽ ഇങ്ങനെ വരണ സമയത്ത് ആ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കതങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതും കൂടുതൽ നീ ഇളക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അമ്പലപ്പുഴ സ്പെഷ്യൽ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഓണത്തിന് നിങ്ങൾ വീട്ടിലൊന്നും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നമുക്ക് എത്രയും എളുപ്പം നമുക്ക് വേറൊരു പായസം നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല കേട്ടോ. അത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം. അത് ശരിക്കും ആ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മളെ അമ്പലപ്പുഴ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിത് നമ്മളെ മല്ലിക ചേച്ചി എന്ന് വെച്ചാൽ മല്ലിക സുമാരൻ അവരുടെ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ കണ്ടത്. എനിക്കത് വളരെ ഇഷ്ടമായി. ഞാൻ ഇപ്പോൾ മാത്രമല്ല, ഞാൻ 1-2 തവണ അത് ഉണ്ടാക്കി നോക്കി. ആ ഒരു ഫസ്റ്റിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു പറയുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം കഴിച്ചു നോക്കിയതാണ്. അപ്പോൾ എനിക്കും ഇതേ ഒരു ടേസ്റ്റാണ് കേട്ടോ വന്നത്. നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പാല് നമുക്ക് കുറുക്കാനിടേണ്ട ആവശ്യമില്ല. അതുപോലെ അരി എല്ലാം ഒരേപോലെ വേവിച്ച് കണ്ട് അരിയൊക്കെ നന്നായിട്ട് ഇത് കണ്ടില്ലേ കളറ് മാറി വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ആവണമെന്നുണ്ട് വെച്ചാൽ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉരുളിയിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അമ്പലപ്പുഴ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കഴിച്ചു നോക്കി. എനിക്ക് 3/4 ഗ്ലാസ് പഞ്ചസാര ഞാനിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു മധുരമാണ് കേട്ടോ. ഇനി മധുരം ഒരു അല്പം പൊടിക്ക് കൂടുതൽ വേണമെന്നുണ്ട് ആൾക്കാർ ഒരു 3/4 ഉള്ളത് 1 ഗ്ലാസ് തന്നെ ആക്കിയിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലൊരു ചെറിയൊരു കട്ട ഉപ്പില്ലാത്ത വെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെണ്ണ ഒന്നും ചേർക്കുന്നില്ല. അത് നമുക്ക് കറക്റ്റ് ആ ഒരു ലൂസ് കറക്റ്റാണ്. പായസമൊക്കെ കഴിക്കാനുള്ള കറക്റ്റ് ലൂസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഇനി ക്യാമറയിലേക്ക് എനിക്ക് എങ്ങനെയാണ് വരുന്നത് ഈ ഒരു കളറ് കിട്ടുന്നില്ല തോന്നുന്നു. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആദ്യം ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. അത് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അതുപോലെ അതിൻ്റെ താഴെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പം ഞാൻ വീണ്ടും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.